ഈ ബീഹാറിലെ രാഷ്ട്രീയം നമുക്കിപ്പോഴും നിർവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ജനതാദൾ യുണൈറ്റഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള വിഷമം എന്താണ്? നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു പോകുമോ എന്ന വളരെ വലിയൊരു സംശയത്തിന്റെ മുമ്പിലാണ് നിതീഷ് കുമാർ നിൽക്കുന്നത്. ജനതാദൾ യുണൈറ്റഡ് അതൃപ്തരാണ്. ഇപ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടാണ് BJP-യുടെ പ്രവർത്തനങ്ങൾ ബീഹാറിൽ പോകുന്നത്. ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് മനസ്സിലാക്കാത്ത ഏക ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നറിയോ? അത് കോൺഗ്രസ് മാത്രമാണ്. RJD തന്നെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ബീഹാറിലെ പാർട്ടി എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടു പിന്നിൽ BJP ഉണ്ട്. നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പിലോട് അടുക്കുന്തോറും JDU, RJD, കോൺഗ്രസ്, BJP തുടങ്ങിയ പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതൃപ്തി രേഖപ്പെടുത്തുന്നൊക്കെയുണ്ട്. ബീഹാറിൽ ഇനി JDU ആയിരിക്കുമോ അതോ RJD ആയിരിക്കുമോ? എങ്ങനെയാണ് ബീഹാറിന്റെ ഒരു രാഷ്ട്രീയം പോവുക? ഈ ബീഹാറിലെ രാഷ്ട്രീയം നമുക്കിപ്പോഴും നിർവചിക്കാൻ സാധിക്കാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കേരളത്തിലെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് ധാരണയായിട്ടില്ല, അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെയുള്ളതാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സഖ്യകക്ഷികൾ തമ്മിലുണ്ട്. കോൺഗ്രസും ഈ പറഞ്ഞ RJDയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കും, ചില നെഗോഷിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സംഭവം അങ്ങനെയല്ല. ഇന്നലെ നമ്മളൊരു വാർത്ത പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു പക്ഷേ ജനതാദൾ യുണൈറ്റഡ് പൂർണ്ണമായിട്ടും ഇന്ത്യ സഖ്യം വിട്ടിട്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ RJDയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു. നിലവിൽ നമ്മൾ പലപ്പോഴും ബീഹാർ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ദേശീയ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അതല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ 24 ന്യൂസിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത, അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തക ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിന്റെ വീടിന് മുമ്പിൽ നിന്ന് ഒരു വാർത്ത ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നമ്മുടെ മൊബൈലിൽ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ JDU-വിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. MLA ഗോപാൽ മണ്ഡൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പട്നയിലെ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് വിനീത VG വിവരങ്ങൾ നൽകും. വിനീത, സീറ്റ് കിട്ടാത്തവർ, സ്ഥാനാർത്ഥി മോഹികൾ ഒക്കെ ആയിരുന്നവർ ഇപ്പോൾ എന്താണ് JDU-വിന്റെ നേതാക്കളെ കണ്ട് പരാതി അറിയിക്കുക, ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണോ JDU-വിൽ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, ഞാനിപ്പോ നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് MLA ആണ്. ആ സൺഗ്ലാസ് ധരിച്ച നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. MLA അജയ് മണ്ഡലാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് ലഭിച്ചില്ല എന്ന വലിയ പരാതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇത്തവണ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് കൂടി മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സീറ്റ് ലഭിക്കാത്തതിനുള്ള വലിയ പ്രതിഷേധത്തിൽ തന്നെ അദ്ദേഹം ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ആ വീടിന് പുറത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, വലിയ രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന് ഒരു അനുയായിയുമുണ്ട്. രണ്ടുപേരും നിലത്ത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വീടിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് ഇവിടെ കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ബീഹാറിലെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലൊക്കെ ഇരു മുന്നണികളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിൽ നിന്നും മറുകണ്ഠം ചാടുക സ്വാഭാവികമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ജനതാദൾ യുണൈറ്റഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള വിഷമം എന്താണ് ഇവർ ഭയക്കാൻ കാരണം എന്താണ്? ജനതാദൾ യുണൈറ്റഡിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ്. വലിയൊരു മാനസിക സംഘർഷത്തിലാണ് നിതീഷ് കുമാർ ഉള്ളത്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു പോകുമോ എന്ന വളരെ വലിയൊരു സംശയത്തിന്റെ മുമ്പിലാണ് നിതീഷ് കുമാർ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന നിതീഷ് കുമാറിനെ കുറിച്ചും നിതീഷ് കുമാറിന്റെ പാർട്ടിയെക്കുറിച്ചും എന്തുകൊണ്ട് നാഷണൽ മീഡിയ അവർ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഈ വിഷയങ്ങൾ? ആദ്യമായിട്ടാണ് 24 ന്യൂസ് ആണ് ഇങ്ങനത്തെ ഒരു വാർത്ത കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിത് ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ജനതാദൾ യുണൈറ്റഡ് അതൃപ്തരാണ്. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. ഈ 101 സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും അപ്പുറത്ത് BJP-യുടെ കൂടെ നിൽക്കുന്ന 142 സീറ്റ് എന്ത് സംഭവിച്ചാലും BJP-യുടെ കൂടെ നിൽക്കും എന്നൊരു ധാരണ BJP-ക്ക് ഉണ്ട്. പക്ഷെ അപ്പോഴും ചിരാഗ് പാസ്വാന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ BJP-ക്ക് ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതല്ലായിരുന്നുവെങ്കിൽ ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടിരുന്ന 40 സീറ്റ് BJP അവർക്ക് നൽകുമായിരുന്നു. അത് നൽകാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിട്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടാണ് BJP-യുടെ പ്രവർത്തനങ്ങൾ ബീഹാറിൽ പോകുന്നത്. അതായത് RJD-ക്കകത്തോ കോൺഗ്രസിനകത്തോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള വളരെ അച്ചടക്കത്തോടു കൂടി തന്നെയാണ് BJP-യുടെ പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമിത്ഷാ തന്നെ നേരിട്ട് അതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്, ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഏക പാർട്ടിയും BJP തന്നെയാണ്.
കാരണം അവരതുകൊണ്ട് അത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം BJP മത്സരിക്കുന്ന 101 സീറ്റിൽ സാധിക്കുമെങ്കിൽ 90 സീറ്റിലും വിജയം നേടുക എന്ന വളരെ വലിയൊരു ലക്ഷ്യമാണ് BJPക്ക് മുമ്പിലുള്ളത്. അപ്പം BJPയെ സംബന്ധിച്ചിട്ടാണ് 90 സീറ്റ് ജയിക്കുന്ന BJPയെ സംബന്ധിച്ചിട്ട് BJPക്ക് ബാക്കിയുള്ള 32 സീറ്റും കൂടെ തയ്ക്കാനായിട്ട് വേറെ അധികം പണിപ്പെടേണ്ടി വരത്തില്ല. BJPയുടെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ പക്ഷേ JDUവിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി BJPയെ ബാധിക്കുമല്ലോ. JDUവിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധി BJPയെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് ആംഗിൾ അതിനെ കാണേണ്ടി വരും. ഒരുപക്ഷെ ലല്ലൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള JDU നേതാക്കന്മാരും നിലവിലുള്ള MP മാരും, അതിലൊരു MP ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു നിതീഷ് കുമാറിന്റെ രാജി നൽകിയിട്ടുണ്ട്. ആ രാജി നിതീഷ് കുമാർ അംഗീകരിച്ചിട്ടില്ല. ബാക്കിയുള്ള MP മാർ ലല്ലൻ സിംഗിന്റെ കൂടെ ചേർന്ന് BJPക്ക് പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. മറിച്ച് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവും കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം, ആ സഖ്യം അവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജനതാദൾ യുണൈറ്റഡ് MP മാരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പുറത്തേക്ക് ചാടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു വെല്ലുവിളിയാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡുവും ഇവരോടൊപ്പം ചേരും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ സാധ്യത മുൻപ് പറയുന്നുണ്ടായിരുന്നു. ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് മനസ്സിലാക്കാത്ത ഏക ഒരു രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നറിയോ? അത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസ് കാരണമാണ് ഇപ്പോഴും ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കൊണ്ടിരിക്കുന്നത്. അതായത് 6 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് RJD 54 സീറ്റുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. 60 സീറ്റ് വേണമെന്ന് കനയ്യകുമാറും പപ്പു യാദവും വാശി പിടിക്കുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ ചുമതലയുള്ള അല്ലെങ്കിൽ അത് നിയന്ത്രിക്കേണ്ട, അത് അച്ചടക്കത്തോടുകൂടി നടത്തേണ്ട കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും വെട്ടിനിരത്താൻ വേണ്ടിയിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഗ്രൂപ്പ് മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു നടക്കുന്നു. അല്ലെങ്കിൽ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ മീറ്റിംഗുകളിൽ പങ്കെടുത്തുകൊണ്ട് നടക്കുന്നു. മണ്ഡലം കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ദേശീയ തലത്തിൽ എങ്ങനെ കോൺഗ്രസ് രക്ഷപ്പെടാനാന്നേ? KC വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന് അതിന് യോഗ്യതയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ബീഹാറിനെ പോലെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഒരുക്കാൻ സാധിക്കുന്ന ഒരവസരം സംജാതമായിട്ടും അതിന് തയ്യാറാവാതെ കോൺഗ്രസ് ഇരിക്കുന്നതിലാണ് നമുക്ക് ഒരു വിഷമം വരുന്നത്. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ തന്നെ കോൺഗ്രസിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആളുകൾ നെഞ്ചുപൊട്ടി തെറി വിളിക്കാറില്ലേ? ആ തെറി വിളിക്കുന്ന അവരോട് നമുക്ക് ബഹുമാനമാണുള്ളത്. കാരണം അവർ ആ പ്രസ്ഥാനത്തെ അത്രയധികം സ്നേഹിക്കുന്നു. അത്രയധികം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ നെഞ്ചത്തേക്ക് കുത്തുന്നതിന് തുല്യമല്ലേ ഈ ബീഹാർ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ്, അതിപ്രധാനമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ ഈ 6 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ലാലു പ്രസാദ് യാദവ് തന്നെ നേരിട്ട് കോൺഗ്രസുമായിട്ട് ഇപ്പൊ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 6 സീറ്റല്ല പ്രാധാന്യം, ഇന്ത്യ രാജ്യമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവുമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധത്തിലേക്ക് ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എത്തണ്ടേ? അതൊന്നും എത്തിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പക്ഷേ കോൺഗ്രസ് ഇല്ലാത്ത ഒരു സഖ്യത്തെക്കുറിച്ച് പോലും തേജസ്വി യാദവ് ചിന്തിക്കുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. തേജസ്വി യാദവ് അറ്റ കൈക്ക് പറഞ്ഞിരുന്നു, വോട്ടധികാര യാത്ര കഴിഞ്ഞതിന് ശേഷം പറഞ്ഞായിരുന്നു, വേണമെങ്കിൽ RJD തനിച്ചല്ല 243 സ്ഥലത്തും മത്സരിക്കുമെന്ന്. ബീഹാറിൽ RJDക്ക് അതിനുള്ള പവർ ഉണ്ട്. RJDക്ക് അതിനുള്ള പവർ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ 70 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. RJDയുടെ ആളുകളാണ് പോയിട്ട് പോസ്റ്റർ ഒട്ടിച്ചു കൊടുക്കേണ്ടി വന്നിരുന്നത്. സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പരസ്യം ഇടേണ്ടി വന്നിരുന്നു. ഇന്നിപ്പോ JDUവിന്റെ ആളുകൾ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? LJPക്ക് നൽകിയിരിക്കുന്ന തങ്ങളുടെ സീറ്റുകളിൽ കോടിക്കണക്കിന് 25 കോടി രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ്. ഈ 24 ന്യൂസിന്റെ അതിൽ കൃത്യമായിട്ടൊരു MLA തന്നെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണ്. JDUവിൽ നിന്ന് LJPക്ക് NDA സഖ്യം നൽകിയിരിക്കുന്ന സീറ്റ് വിറ്റിരിക്കുന്നത് 25 കോടി രൂപയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വേണം. NDA സഖ്യം വിട്ടിട്ട് RJDയോടൊപ്പം ചേരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് അവിടെയുള്ള JDUവിന്റെ പ്രവർത്തകർ. അത് കാണാതിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് കേരളത്തിലുള്ള ചില ആളുകൾ വന്നിട്ട് പറയുന്നത് നിങ്ങൾ തള്ളാണെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് തള്ളല്ല, ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് ദേശീയ മാധ്യമങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞുതരാം, ഇപ്പോഴും നിലവിലത്തെ ബീഹാറിന്റെ ഒരു സ്ഥിതി എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RJD തന്നെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ബീഹാറിലെ പാർട്ടി എന്ന് പറയുന്നത്. അതിന്റെ തൊട്ടു പിന്നിൽ BJP ഉണ്ട്. BJPയെ സംബന്ധിച്ചിട്ട് കൃത്യമായ ഒരു നയപരിപാടികളോടുകൂടി കൃത്യമായ ഒരു പ്രൊജക്ട് എന്ന് തന്നെ പറയാം, കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJP മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിട്ട് മറ്റ് സ്ഥാനാർത്ഥികൾ വിജയിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ 101 സ്ഥാനാർത്ഥികളിൽ 90 സ്ഥാനാർത്ഥികളെങ്കിലും വിജയിപ്പിച്ചെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യമാണുള്ളത്. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പെറുക്കി കൂട്ടിക്കോളും. ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിലേക്ക് തന്നെ വന്നിട്ടുള്ള പല ആളുകളെയും ഒരുപക്ഷെ വിജയിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വലിച്ചു വാരിക്കൊണ്ട് പോകും. അതുകൊണ്ട് അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും 2000-5000 വരെ വോട്ടുകളുണ്ട്.
ഇങ്ങനെയുള്ള വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാധിക്കുക ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് RJDയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഒക്കെയാണ്. പ്രശാന്ത് കിഷോറിന്റെ ഒരു സാന്നിധ്യം എങ്ങനെയായിരിക്കും? പ്രശാന്ത് കിഷോറിന്റെ ഇന്നത്തെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ മത്സരിക്കാനായിട്ട് സാധ്യതകളില്ല എന്നാണ് പറയുന്നത്. കാരണം ജയസാധ്യതയില്ല എങ്കിൽ പ്രശാന്ത് കിഷോർ അവിടെ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ അവസാനിക്കുകയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട ആവശ്യം വരത്തില്ല. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെട്ട് രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയേക്കാം. പക്ഷേ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകില്ല എന്ന് പ്രശാന്ത് കിഷോർ തറപ്പിച്ച് പറയുന്നുണ്ട്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അതായത് RJDയെ സംബന്ധിച്ചിട്ട് ഇപ്പൊ 135 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ഒരുപക്ഷെ RJD ഒരു 110 സീറ്റുകളിലേക്കൊക്കെ വിജയിച്ച് കയറി വന്നേക്കാം, അല്ലെങ്കിൽ 100 സീറ്റുകളിലേക്ക് വിജയിച്ചു വന്നേക്കാം. കഴിഞ്ഞ പ്രാവശ്യം 17 സീറ്റുകളിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികൾ വിജയിച്ചതാണ്. ഇപ്രാവശ്യം അവർക്ക് 30-33 സീറ്റോളം ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 33 സീറ്റിൽ അവരൊരു 25 സീറ്റ് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ RJDയും ഇടതുപക്ഷ കക്ഷികളുടെയും മാത്രം പിന്തുണയോടുകൂടി അവിടെ സർക്കാർ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കോൺഗ്രസിന്റെ വെള്ളിയേട്ടൻ മനോഭാവം മാറണം. അവിടെ കോൺഗ്രസിന്റെ വെള്ളിയേട്ടൻ മനോഭാവം മാറാത്ത സാഹചര്യത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരു ചെറിയ സാധ്യത അതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ഓളം സ്ഥാനാർത്ഥികളെ കണ്ടാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ RJDയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് അലയൻസിലൂടെയൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളും തേജസ്വി മുഖ്യമന്ത്രി ആകില്ല എന്ന് പറഞ്ഞിട്ടില്ല, പകരം നിതീഷ് കുമാർ മുഖ്യമന്ത്രി അതിന്റെ സാധ്യതകളാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആവാണ്ടിരിക്കണം. ഒന്ന്, BJPക്ക് 90 സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴേ പ്രഖ്യാപിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാക്കിൽ അത് പോണേലും മാറാലോ. ഇപ്പോഴേ നിതീഷ് കുമാറിനെ പ്രഖ്യാപിക്കാം. പക്ഷേ 6 മാസം കഴിയുമ്പോഴത്തേക്ക് നിതീഷ് കുമാറിനെ അപ്പുറത്തേക്ക് തട്ടി മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല നിതീഷ് കുമാറിന് മുഖ്യമന്ത്രിയാവാനുള്ള യാതൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. പിന്നെയുള്ളത് RJDയിലാണ്. RJDയോടൊപ്പം ചേർന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ പോലും അതിനുള്ള സാധ്യതയില്ല. പിന്നെ RJDയിലേക്ക് വന്നാലും നിതീഷ് കുമാർ വിചാരിക്കുന്ന ഒരു സ്ഥാനം കിട്ടുന്ന സീറ്റുകൾ കിട്ടത്തില്ല. കാരണം അവിടെ ഉറപ്പായിട്ടും JDയുനകത്തൊരു പിളർപ്പുണ്ടാവും. പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചിരാഗ് പാസ്വാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അറിയോ? കാരണം ചിരാഗ് പാസ്വാൻ എന്തുകൊണ്ടാണ് BJP കൂടുതൽ സീറ്റ് നൽകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 40 സീറ്റൊക്കെ നൽകി അതിലൊരു 30 സീറ്റിലേക്ക് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു തൂക്ക് മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ ചിരാഗ് പാസ്വാന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടിരുന്നിട്ട് രാജ്യത്തെ സേവിക്കുക എന്നുള്ളതൊന്നുമല്ല, ബീഹാറിന്റെ മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും RJDയുടെ സപ്പോർട്ടോടു കൂടിയൊക്കെ അവിടെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഈ ചിരാഗ് പാസ്വാൻ ചിന്തിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മറിഞ്ഞ് കുഴഞ്ഞ് കിടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ബീഹാറിലുള്ളത്. വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള വ്യക്തത വരും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇന്ത്യ മുന്നണിക്കകത്തുള്ളതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ NDA സഖ്യത്തിനകത്താണുള്ളത്. NDA സഖ്യത്തിനകത്തുനിന്ന് ഏത് സമയം ഒരുപക്ഷെ JDയുവിനകത്ത് പിളർപ്പുണ്ടായേക്കാം. മറിച്ച് അതല്ല എങ്കിൽ ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ RJDയോടൊപ്പം ചേർന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ബീഹാറിലുള്ളത്.